ഹായ് എവ്രിബഡി. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് പായസം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദുൽസെ ദ ലച്ചി പായസമാണ്. ദുൽസെ ദ ലച്ചി അധികം പേർക്കൊക്കെ അറിയാം. കേക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതും വാങ്ങുന്നവരുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ദുൽസെ ദ ലച്ചി എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, അതൊരു ലാറ്റിൻ അമേരിക്കൻ വേർഡാണ്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, മിൽക്ക് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്, എവാപ്പറേറ്റഡ്, നോർമൽ, കണ്ടൻസ്ഡ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ കാരമൽ ബട്ടർസ്കോച്ച് സോസും ആയിട്ടൊക്കെ വരുമ്പോൾ ആ ഒരു ബ്ലെൻഡിൽ ഉണ്ടാകുന്ന ആ ഒരു മിക്സ്ചർ സോസിന് പറയുന്ന പേരാണ് ദുൽസെ ദ ലച്ചി. അപ്പോൾ ഇത് ബട്ടർസ്കോച്ചിൻ്റെയൊക്കെ ടേസ്റ്റിനെക്കാട്ടിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പായസം ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഒരു കാരമലിൻ്റെയും ആ ഒരു ക്രീമി ടെക്സ്ചറിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫീൽ തരുന്ന ഒരു പായസമാണ്. അപ്പം എപ്പോഴും ഒരേപോലത്തെ സേമിയയും അടയും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ തനതായ രുചികൾ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം വേണ്ടേ, ഒരു ചേഞ്ച് എപ്പോഴും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ദുൽസെ ദ ലച്ചി പായസം ഉണ്ടാക്കാം. ഇപ്രാവശ്യം നമ്മൾ വിഷു ആഘോഷിക്കുന്ന ഒറ്റയ്ക്കല്ല, തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നെസ്ലയുടെ മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കുന്ന നെസ്ലയുടെ മിൽക്ക് മെയ്ഡിനോടൊപ്പമാണ്. നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ദുൽസെ ദ ലച്ചി പായസം ചെയ്താൽ ഒരു വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ദുൽസെ ദ ലച്ചി പായസത്തിൻ്റെ റെസിപ്പി കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡിൻ്റെ വെബ്സൈറ്റ് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ആ വെബ്സൈറ്റിൽ നമ്മൾ പോയി നോക്കിയാൽ ഒത്തിരി റെസിപ്പീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ ഒരു ദുൽസെ ദ ലച്ചി പായസവും ആ പോർട്ടലിൽ ഉണ്ടാവും. നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ദുൽസെ ദ ലച്ചി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. അപ്പോൾ ഒരു ഹെവി ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് നമ്മുടെ ദുൽസെ ദ ലച്ചി പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്, ഒരു ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ സാധാരണ അട നമ്മൾ വേവിച്ചിട്ടാണ് പായസത്തിലിടുന്നത്. ഇത് പക്ഷേ നമ്മൾ നെയ്യിൽ ഒക്കെ വാട്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ്. വളരെ സിമ്പിളാണ്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ദുൽസെ ദ ലച്ചി പായസം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. എണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ വേണ്ട, ആ സ്മെൽ ഇതിൽ വന്ന രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹെൽത്തി റിഫൈൻഡ് ഓയിലൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ്, ഏകദേശം ഒരു 1/4 കപ്പോളം വരും, അതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് സ്ലോ ഫ്ലെയിമിൽ, അതായത് സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കയറി മൂത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. നമുക്കൊന്ന് മൂത്താൽ മതി കേട്ടോ. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് മാറ്റുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ റീസൺസ് എടുക്കാതെ, എനിക്ക് മുന്തിരി ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. മുന്തിരി ഇഷ്ടമാണെങ്കിൽ ഇത് കഴിഞ്ഞ് മുന്തിരിയും ഇതേപോലെ തന്നെ വറുത്ത് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ അട. അപ്പോൾ അട ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുക്കുന്നത്. ഇന്ന ബ്രാൻഡൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ചെറിയ അട വേണമെങ്കിൽ അതും എടുക്കാം. ഞാൻ ഈ ഒരു മീഡിയം സൈസ്ഡ് അടയാണ് എടുക്കുന്നത്. ഇത് 200 ഗ്രാം വരുന്ന ഒരു അടയാണ്, അടയുടെ പാക്കറ്റാണ്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ബാക്കിയുള്ള നെയ്യില്ലേ, അപ്പോൾ നമ്മൾ നമ്മുടെ അടുപ്പ് ഒന്ന് തിരിച്ച് കത്തിക്കുകയാണ്. നമ്മൾ ഇതേ നെയ്യ് തന്നെയാണ് നമ്മുടെ അടയും വാട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് അട, അത് നമുക്ക് വേണമെങ്കിൽ 3/4 കപ്പാക്കാം, കൂട്ടണ്ട കേട്ടോ. അപ്പോൾ 1 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എഗെയിൻ സിമ്മിൽ തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ്. സാധാരണ നമ്മൾ അട വേവിച്ച് എടുക്കുകയാണ് ചെയ്യാറ്. അട നമ്മൾ ഒരു 6 തൊട്ട് 10 മിനിറ്റ് വരെയൊക്കെ ഇട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി വേവിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്ന ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ നെയ്യിൽ ചെയ്യുമ്പോഴും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളൊരു 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസമെന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അട ഒന്ന് നന്നായിട്ട് നെയ്യിലൊക്കെ വഴന്ന് നല്ലൊരു ഫ്ലേവറും ഒരു നല്ലൊരു അരോമയും ടേസ്റ്റും ഒക്കെയാണ്, നല്ലൊരു വാസനയാണ്, ഒരു പ്രത്യേക രുചിയാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക. കാരണം ഞാൻ 2 രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ഈ രീതിയിലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പശുവിൻ പാൽ ഒഴിക്കാം. നമ്മൾ തിളപ്പിച്ചാറിയ പാലൊന്നുമല്ല, നമ്മുടെ സാധാ വാങ്ങുന്ന ആ പാൽ അതേപോലെ തന്നെ 1 കപ്പ് ഒഴിച്ചതാണ്. ഈ പാൽ നമ്മൾ നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കണം. ഈ ഒരു സ്ലോ ഫ്ലെയിമിലിട്ട് സിമർ ചെയ്ത് എടുക്കണം.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പായസം നമ്മൾ റിച്ച് ആണെന്ന് പറയുന്നതിൻ്റെ ആ ഒരു റീസൺസിൽ ഒന്ന്. മറ്റൊന്ന് നമ്മുടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഇത് നമ്മുടെ ഹെവി ക്രീമാണ്. അപ്പോൾ ഇതും കൂടി വരുമ്പോൾ ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഈ ടേസ്റ്റ് നമ്മൾ അട വേവിച്ചിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവില്ല. ഇടയ്ക്ക് ഞാൻ അടയുടെ വേവ് ഒന്ന് നോക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആവാനുണ്ട്, കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കാം. ഇങ്ങനെയല്ല, ഇതിങ്ങനെ ഇരിക്കുന്നുവെന്നെങ്കിലും നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പോൾ കുറുകി ഇതേപോലെ ഒന്ന് കട്ടിയാവും. ഈ ഒരു മിക്സ്ചർ ഒരു സോസ് ലൈക്ക് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നമ്മുടെ അടയൊക്കെ എടുത്ത് ഒന്ന് വേവ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെക്കുകയാണ്. ഇനി കുറച്ചൊന്നായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അടുത്ത കപ്പ് പശുവിൻ പാൽ ഒഴിക്കാം. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നുന്നു നമുക്ക് 2 കപ്പ് ഒരുമിച്ച് ഒഴിച്ചാൽ പോരെ. അല്ല, നമ്മൾ ഈ അട വേവിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ തവണകളായിട്ട് ഈ പാൽ ഒഴിച്ച് ക്രീമാക്കി അങ്ങനെ എടുക്കണം. ലാസ്റ്റ് നമ്മൾ അട ഇതേപോലെ തിക്കായിട്ടൊരു ക്രീം ലൈക്ക് മിക്സ്ചറിൽ തന്നെയാണ് നമ്മൾ കോട്ട് ചെയ്ത് എടുക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളിതിങ്ങനെ തവണകളായിട്ട്, അതായത് ആദ്യം ഒരു കപ്പ് ഒഴിച്ച് നമ്മൾ ഇതാക്കിയെടുത്തു, അടുത്ത കപ്പ് ഒഴിച്ച് അങ്ങനെ. അപ്പോൾ അടുത്ത കപ്പും ഇതേപോലെ നമ്മൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടയുടെ വേവ് ഒന്നുകൂടെ നോക്കുകയാണ്. അപ്പം അത് കറക്റ്റ് പാകത്തിനല്ലെങ്കിൽ ഇതുണ്ടാവില്ല. ചിലപ്പം എന്താ പറയുക, പല കഷ്ണങ്ങളും പല വേവ് വരാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇത് നോക്കണം. അപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതാണ് കറക്റ്റ് പരുവം. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. പാടേൻ്റെ കഷ്ണങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പായസം മിക്സ്ചറിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിക്കോളും. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ നമ്മുടെ ഉരുളി എടുക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മളൊരു 1/3 കപ്പ് പഞ്ചസാര ഒന്ന് കരമലൈസ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിട്ട് നമുക്ക് പാത്രം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാത്രം ഒത്തിരി അങ്ങ് പുകയാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ പഞ്ചസാര കരിഞ്ഞു പോവും. പാത്രം വെച്ച് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് അപ്പം തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/3 എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പും എടുക്കാം. എന്നാലും ഇതാണ് അതിൻ്റെ ഒരു പാകം. ഒരു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വരും. നല്ല ഭംഗിയാണ് ഈ ഒരു സ്റ്റേജ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഓവറായിട്ട് കരിഞ്ഞാൽ നമ്മുടെ കൈപ്പിരസം കയറി വരും. അപ്പം ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സോസായിട്ടുണ്ട്. ഇനി ഈ ഒരു സോസിലേക്ക് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്, നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഞാനിവിടെ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഫുള്ളില്ല, 3/4 കപ്പേ ഉള്ളൂ. വേണമെങ്കിൽ 1/2 കപ്പ് ആക്കിയും എടുക്കാം കേട്ടോ. എന്തായാലും ഞാൻ 3/4 കപ്പ് എടുത്തു. അപ്പോഴാണ് അതിൻ്റെ ഒരു എല്ലാം കൂടി സംയോജിച്ച് വരുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ സ്റ്റേജൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അതേപോലെ നമ്മൾ സ്പൂൺ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോവും. അങ്ങനെ പിന്നെ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം സ്പോയിലാവും. ഈ ഒരു ഇളക്കുമ്പോൾ ഉള്ള ആ ഒരു നൊസ്റ്റാൾജിക് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു രസമുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ ഒരു നല്ല സോസ് ലൈക്ക് കൺസിസ്റ്റൻസി ആവും. ഇതാണ് നമ്മുടെ ദിൽ സേ ദ ലച്ചേ. അപ്പം ഇതിലേക്ക് നമ്മൾ പാലോ ഫ്രഷ് ക്രീമോ ഒഴിച്ചിരുന്നെങ്കിൽ അത് നമ്മുടെ ബട്ടർ സ്കോച്ച് ആവുമായിരുന്നു, നമ്മുടെ ആ ഒരു ഷുഗറും ബട്ടറും തമ്മിലുള്ള മിക്സ്ചറിലേക്ക്. ഇപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ ദിൽ സേ ദ ലച്ചേ. അപ്പോൾ അത് നന്നായി ഒരു സോസ് ലൈക്ക് കൺസിസ്റ്റൻസി ആയി വന്നപ്പോൾ നമ്മൾ 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കുകയാണ്. പശുവിൻ പാൽ ഒഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി കയറി കട്ട പിടിക്കും. കുഴപ്പമില്ല, നിർത്താതെ ഇളക്കിയാൽ മതി കേട്ടോ. അതൊന്ന് ലൂസായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ ആ കൂട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട്, അതായത് ഇപ്പോൾ ആദ്യം ഞാനൊരു പകുതി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പതുക്കെ ആടെയൊക്കെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പതുക്കെ അത് അതിലേക്കൊന്ന് ഡിസോൾവായി ഒന്ന് സ്റ്റെർ ചെയ്ത് പതുക്കെ എടുത്ത് അതിന് ശേഷം നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഹാഫ് ഇടാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ടാൽ നമുക്ക് ഇളക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് തമ്മിൽ സെപ്പറേറ്റ് ആവുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മൊത്തത്തിലുള്ള അടയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇതങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. പക്ഷേ തിളപ്പിച്ചെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ അടയൊക്കെ നല്ലോണം സെപ്പറേറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ആകുമ്പോൾ അത് കൂടുതൽ കയറി ഒട്ടിപ്പിടിച്ച് ഇതായിരിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മധുരത്തിൻ്റെ അളവ് ഒന്ന് നോക്കുകയാണ്.
ഇടയ്ക്ക് നമ്മളത് നോക്കണം. കാരണം മധുരം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മധുരം കൂടുതലായിരിക്കും നമുക്ക് തോന്നും. ഇല്ല, നമ്മൾ ഈ ഒരു രീതിയിൽ റെസിപ്പി ചെയ്യുകയാണെങ്കിൽ മധുരം പാകത്തിനാണ്. ഇപ്പം നമ്മൾ നല്ല കുറുകി ഇതെടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ സംയോജിപ്പിച്ച് എടുക്കാൻ വേണ്ടി വരും. 7-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഏകദേശം ഒരു 1-1.25 കപ്പോളം വരും. ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള പായസം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. പച്ചവെള്ളം ഒരിക്കലും ഇതിലേക്ക് ഒഴിക്കരുത്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ടെ. എല്ലാം കൂടി ഒരു 7-8 മിനിറ്റ് ഒന്നുകൂടെ നമുക്ക് വയ്ക്കാം. ഇതേപോലെ നല്ല തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മധുരത്തിൻ്റെ അളവ് നോക്കാം. ഇപ്പം വെള്ളം കൂടി ആഡ് ചെയ്തുകൊണ്ട് മധുരം കുറച്ചൊന്ന് കുറവായി തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര, അപ്പോൾ ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പും ചെയ്യാം. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചിട്ടുണ്ട്. ഇതൊട്ടും തന്നെ കൂടുതലല്ല, പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. പഞ്ചസാരയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാര അതിലൊന്ന് അരിയണമെന്നേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, നിങ്ങൾക്ക് റൈസിൻസും കൂടെ വേണമെങ്കിൽ റൈസിൻസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഒരു 3 മിനിറ്റ്. 3 മിനിറ്റിൽ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കമ്പൈൻ ചെയ്ത് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് നമ്മുടെ ദിൽ സേ ലച്ചേ പായസം മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ റെഡിയാക്കിയെടുത്തു. കണ്ടില്ലേ, നമ്മൾ എന്ത് ഈസി ആയിട്ടാണ് നമ്മുടെ ദിൽ സേ ലച്ചേ പായസം ഉണ്ടാക്കിയത്. നെസ്ലയുടെ മിൽക്ക് മെയ്ഡും കൂടെ ഉണ്ടായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോബ് കഴിഞ്ഞു. ദിൽ സേ ലച്ചേ പായസം. സോ ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് വിഷു വിത്ത് ദിസ് സ്പെഷ്യൽ ദിൽ സേ ലച്ചേ പായസം. പായസം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിത്ത് യുവർ ഓൾ പെർമിഷൻ ഞാനൊരു സിപ്പ് എടുക്കുകയാണ്. ജസ്റ്റ് ടു ഷോ യു ദ ഫീൽ ആൻഡ് ടേസ്റ്റ് ഓഫ് ദിസ് പായസം. നല്ല ക്രീമി ക്രഞ്ചി കേക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് നമ്മുടെ ദിൽ സേ ലച്ചേ പായസം. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് തന്നെ ഈ ഒരു പായസം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി വിഷു! ഹാപ്പി വിഷു!